ഹായ് ഹലോ എല്ലാവർക്കും എയ്സിന്റെ മെട്രോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതിഷ ചാലിത്തറ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എസ് എസ് സിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന SSC RRBയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഫിസിക്സിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂട്ടൺ മീറ്റർ ഇസ് ദ SI യൂണിറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ന്യൂട്ടൺ മീറ്ററിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വയ്ക്കും, ന്യൂട്ടൺ മീറ്റർ നമ്മൾ പറയുമ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, ഫോഴ്സിന്റെയും ലെങ്ത്, ഫോഴ്സ് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈംസിലാണ് ഇത് കിടക്കുന്നത് പറയാൻ സാധിക്കും. ഇപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഒന്നെങ്കിൽ ലെങ്ത് ആകാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആകാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആകാം, അല്ലെ. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫോമിൽ വരുന്നതെന്ന് പറയുന്നത് ഫോഴ്സ് എന്തായാലും വരില്ല, നമുക്ക് ഉറപ്പാണ്. ഫോഴ്സ് വരില്ല, അതുപോലെ തന്നെ പവർ വരില്ല, ആക്സലറേഷൻ വരില്ല. കാരണം ആക്സലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടോർക്ക് ആണ് വരുന്നത്. അപ്പൊ ടോർക്കിനെ കുറിച്ച് പറയുമ്പോൾ ടോർക്കിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ് ടോർക്കിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും, ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന അനുസരിച്ച് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും? ടോർക്കിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വേറെ ക്വാണ്ടിറ്റീസ് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് വർക്കിന്റെ യൂണിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. വർക്കിന്റെ യൂണിറ്റ്, കാരണം വർക്ക് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എനർജിയുടെ യൂണിറ്റ് ആണ്, എനർജി എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ആയിരുന്നു പറയുന്നത് ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടു എന്തിന്റെ യൂണിറ്റ് ആണ്? ടോർക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ടോർക്കിന്റെ യൂണിറ്റും എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ടോർക്കാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വർക്ക് ഡൺ ഓൺ ആൻ ഒബ്ജെക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡാഷ്. അപ്പോൾ ഒരു 4 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ഘടകങ്ങളെയാണ് വർക്ക് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വർക്കിന്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് കയറാൻ സാധിക്കും. വർക്ക് ഡൺ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ സാധിക്കും? FS cos θ ആണ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? FS cos θ ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് എന്തൊക്കെയാണ് ടേംസ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കി, ഇവിടെ F എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. F എന്ന് പറയുന്ന ആരാണ്? ഫോഴ്സ് ആണ്. S എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. S ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയാൻ സാധിക്കും. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ആരെന്ന് പറയുന്നത്? തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് ഡൺ അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത്, വർക്ക് എന്ന് പറയുന്ന 3 കൂട്ടം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റിനെ ആശ്രയിച്ചിരിക്കുന്നു, അതുപോലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആംഗിളിനെയും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും? വർക്ക് ഡിപ്പെൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് രണ്ടാമത്തേത് ശരിയാണ്. ഫോഴ്സ് അപ്ലൈഡ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ABC ആണ് ആൻസർ വരുന്നത്. 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ABC ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ D ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ABC ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. Two bodies A and B having masses m and 4m respectively are moving with equal linear momentum. Then the ratio of kinetic energies between A and B. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കണ്ടീഷൻസ് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് അതിന്റെ റേഷ്യോ എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യത്തെ ബോഡി എന്ന് പറയുന്നത് A ആണ്, രണ്ടാമത്തത് B ആണ്. 2 ഒബ്ജക്റ്റുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് m ഉം രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് എന്താ വന്നിരിക്കുന്നത്? 4m ആണ്. രണ്ടാമത്തെ മാസ് എന്ന് പറയുന്നത് 4m ആണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ മൂവിംഗ് വിത്ത് ഈക്വൽ ലീനിയർ മൊമെന്റം. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ മൊമെന്റം P ആണെങ്കിൽ അത് തന്നെയായിരിക്കും ബിയുടെ മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരുടെയും മൊമെന്റം ഈക്വൽ ആണ്. ഇനി ഇവിടെ നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒബ്ജക്ട് എയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും. P² ഡിവൈഡഡ് ബൈ 2m ആണ് എയുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് മൊമെന്റം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ടൈംസ് മാസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ബിയുടെ കൈനറ്റിക് എനർജിയിലേക്ക് വരുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ബി ഈക്വൽ ടു P² ഡിവൈഡഡ് ബൈ, ഓൾറെഡി ഇവിടെ 2 ഉണ്ട്, 2 ഇൻറ്റു ബി എന്ന ഒബ്ജക്റ്റിന്റെ മാസ് 4m ആണ് വരുന്നത്. അപ്പൊ 2 ഇൻറ്റു 4m എന്ന് കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു P² ഡിവൈഡഡ് ബൈ, ഓക്കെ അങ്ങനെ തന്നെ കേട്ടോ, 2 ഇൻറ്റു 4m എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിനെ നമ്മൾ റേഷ്യോ ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിയേ, എയുടെ കൈനറ്റിക് എനർജിയും ബിയുടെ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ആ ഫ്രാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്.
പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡിവൈഡഡ് ബൈ ബിയുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4m ആണ്. അപ്പൊ അതിനെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2 ഇൻറ്റു 4m ഡിവൈഡഡ് ബൈ എന്ത് പറയാൻ സാധിക്കും, പി സ്ക്വയർ. അപ്പൊ പി സ്ക്വയർ ക്യാൻസൽ, 2 ക്യാൻസൽ, m ക്യാൻസൽ, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ സാധിക്കും, 4:1 എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും കൈനറ്റിക് എനർജി തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 4:1 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയും മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പല ടൈപ്പ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ RRBക്ക് SSC ഒക്കെ ഒരുപാട് ചോദിക്കുന്നതാണ്. പ്രോബ്ലംസ് കൂടുതൽ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ദ ടെൻഡൻസി ഓഫ് അൺഡിസ്റ്റർബ്ഡ് ഒബ്ജെക്ട്സ് ടു സ്റ്റേ അറ്റ് റെസ്റ്റ് ഓർ ടു കീപ് മൂവിംഗ് വിത്ത് ദ സെയിം വെലോസിറ്റി ഈസ് കോൾഡ്. അതായത് ഒരു വസ്തുവിന്, ഒരു ഒബ്ജക്റ്റിന് അതിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ, ഒരു വസ്തു അതിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ, പ്രസന്റ് സ്റ്റേറ്റിൽ തന്നെ തുടരുവാൻ കാണിക്കുന്ന ആ ഒരു പ്രവണതയെ വിളിക്കുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു വസ്തുവും അതിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ തുടരുവാൻ കാണിക്കുന്ന ആ ഒരു ടെൻഡൻസിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയും. ഇനേർഷ്യ ആണ് ഏതൊരു വസ്തുവും അതിന്റെ നിലവിലെ അവസ്ഥയിൽ തന്നെ തുടരുവാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള ഒരു വസ്തുവിന്റെ കഴിവില്ലായ്മയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയും. നമുക്കിവിടെ ആൻസർ ആയിട്ട് എന്ത് പറയാൻ സാധിക്കും, ഇനേർഷ്യ എന്ന് പറയാം. ഇനേർഷ്യ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ ഇനേർഷ്യ എന്ന് പറയുന്നത് അതിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു വസ്തുവിന്റെ ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു പറയാൻ സാധിക്കും. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ കൂടുതലും, മാസ് കുറവുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ജഡത്വം എന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത് കുറവുമായിരിക്കും. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും, മാസ് കുറവുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇതേ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനേർഷ്യ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം ഇനേർഷ്യ. അപ്പൊ ഇനേർഷ്യ ഏറ്റവും കൂടുതലുള്ള ഒബ്ജക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയേ, ആറ്റം തന്നിട്ടുണ്ട്, 1 rupee കോയിൻ തന്നിട്ടുണ്ട്, മോളിക്യൂൾ തന്നിട്ടുണ്ട്, ക്രിക്കറ്റ് ബോൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇനേർഷ്യ എന്ന് പറയുന്നത്, ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺ മാസ് എന്നാ പറഞ്ഞത്. മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ 4 ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇനേർഷ്യ ഇവിടെ മാസ് കൂടുതലുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത്, ഈ 4 ഓപ്ഷൻസിൽ മാസ് കൂടുതലുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ ആറ്റം ആണോ, 1 rupee കോയിൻ ആണോ, മോളിക്യൂളിനാണോ, ക്രിക്കറ്റ് ബോളിനാണോ, ഏതിനാണ് മാസ് പിണ്ഡം കൂടുതലുള്ളതെന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ മാസ് കൂടുതലുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത് ക്രിക്കറ്റ് ബോൾ ആണ് അല്ലെ. മാസ് കൂടുതൽ എന്ന് പറയുന്നതാണ് ക്രിക്കറ്റ് ബോളിനാണ് മാസ് കൂടുതൽ എന്ന് പറയുന്നത്. അപ്പൊ ക്രിക്കറ്റ് ബോളിന് മാസ് കൂടുതലായിരിക്കുമ്പോൾ ഈ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഇനേർഷ്യ കൂടുതലുള്ള ഒബ്ജക്ട് എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്രിക്കറ്റ് ബോളിനാണ് എന്ത് കൂടുതൽ എന്ന് പറയുന്നത്, ഇനേർഷ്യ അല്ലെങ്കിൽ ജഡത്വം കൂടുതൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എ ബോഡി റോളിംഗ് ഡൗൺ ഓൺ എ ഹിൽ ഹാസ്. അപ്പോൾ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു കുന്നിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വരുന്ന ഒരു വസ്തുവിന്റെ ഊർജ്ജം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുന്നിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടു വരുമ്പോഴത്തേക്ക് അത് ചലിക്കുകയാണ് ചെയ്യുന്നത്. ചലനം മൂലം ആ വസ്തുവിന് കൈനറ്റിക് എനർജി ഉണ്ട്. ആ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്ക് അതിന് എന്തും കൺസിഡർ ചെയ്യാൻ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും പറയാൻ സാധിക്കും. ഹാവിംഗ് ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കൈനറ്റിക് എനർജി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിന് ചലനം അല്ലെങ്കിൽ ഒരു വസ്തുവിന് മോഷൻ മൂലം, ഒരു വസ്തുവിന് ചലനം മൂലം ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈക്വൽ ടു ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതാണ് ½ ആണ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്തായിരുന്നു, mgh ആണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രോബ്ലംസ്, വേറെ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ക്വസ്റ്റൻസ് കയറി വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റൻ ഇങ്ങനെയാണ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. എ നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു ഡാഷ്. അപ്പോൾ നോട്ടിക്കൽ മൈലിന്റെ മീറ്റർ ഇക്വലൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എല്ലാം മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ നോട്ടിക്കൽ മൈലിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസിന്റെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് ആണെന്ന് പറയുന്നത് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ കപ്പലുകളും വിമാനങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ദൂരം അളക്കാൻ അല്ലെങ്കിൽ ദൂരം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അപ്പൊ നോട്ടിക്കൽ മൈലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്
1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 1.852 കിലോമീറ്റേഴ്സ് ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ പോയിന്റ് മാറ്റുക 1852 മീറ്ററിന് തുല്യമാണ്. 1852 മീറ്ററിന് തുല്യമാണ് ആരെന്ന് പറയുന്നത് ഒരു നോട്ടിക്കൽ മൈൽ. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാൻ സാധിക്കും? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇഫ് ബോത്ത് ദ മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി ബിക്കംസ് ഡബിൾ, ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ ഡാഷ്. ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇൻക്രീസസ് ബൈ, അതായത് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പിണ്ഡവും വെലോസിറ്റിയും പ്രവേഗവും ഇരട്ടിയായാൽ കൈനറ്റിക് എനർജിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ്. അപ്പൊ നമുക്കറിയാം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, ഒരു മൂവിംഗ് ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഹാഫ് mv² ആണ്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നതാണ് ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ മാസും വെലോസിറ്റിയും എന്തായിട്ട് മാറണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഡബിൾ ആയിട്ട് മാറണം എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റിന്റെ മാസ് ഡബിൾ ആകുമ്പോഴത്തേക്ക് ഈ എം എന്ന് പറയുന്ന ആള്, എമ്മിന് പകരം നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ കൊടുക്കണം? 2m എന്ന മോഡിഫിക്കേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ വിക്ക് പകരം നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ കൊടുക്കണം? 2v എന്ന മോഡിഫിക്കേഷൻ കൊടുക്കണം. അപ്പൊ ഇക്വേഷനിൽ v² ആണ് കിടക്കുന്നത്. അപ്പൊ v² വന്ന സ്ഥാനത്ത് 2v² അഥവാ 4v² എന്ന് വേണം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അവിടേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്ക് ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 2m എന്ന് കൊടുക്കുന്നു, എമ്മിന് പകരം 2m കൊടുക്കുന്നു, ഇൻറ്റു v² പകരം നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? 4v² എന്ന് കൊടുക്കാൻ സാധിക്കും. 4v². അപ്പൊ ഇവിടെ ഈ ഹാഫ് കാണുമ്പോൾ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാനൊക്കെ തോന്നും. തൽക്കാലം ക്യാൻസൽ ചെയ്യാണ്ട് അവിടെ നിൽക്കട്ടെ. ഈ 2ഉം ഈ 4ഉം കൂടെ നമുക്ക് ഒരുമിച്ച് പുറത്തേക്ക് മാറ്റുമ്പോഴത്തേക്ക് അത് 2 × 4 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? 8 ആയിട്ട് മാറുന്നു. 8 ഇൻറ്റു ഹാഫ് mv² എന്ന് പറയാം. 8 ഇൻറ്റു എന്ന് പറയാൻ സാധിക്കും ഹാഫ് mv² എന്ന് പറയാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇനിഷ്യൽ വാല്യൂ ആദ്യം ഉണ്ടായിരുന്ന ഗതികോർജം എന്ന് പറയുന്ന ഹാഫ് mv² ആണ്. അതേ ഇൻറ്റു ഇപ്പൊ എത്രയാ വന്നിരിക്കുന്നത്? അതേ ഇൻറ്റു 8 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പറയാൻ സാധിക്കും കൈനറ്റിക് എനർജി എത്ര ടൈംസ് ആയി എന്ന് പറയാൻ സാധിക്കും? കൈനറ്റിക് എനർജി 8 ടൈംസ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. കൈനറ്റിക് എനർജി എന്തായെന്ന് പറയാം? 8 ടൈംസ് ആയി എന്ന് പറയാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 8 ടൈംസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി? അപ്പൊ എനർജി കൺവേർഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് വൈദ്യുതോർജ്ജത്തെ പ്രകാശോർജ്ജമായിട്ട്, ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാത്ത ഡിവൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കൺവേർട്ട് ഇലക്ട്രിക് എനർജി ഇൻറ്റു എന്താണ്? ലൈറ്റ് എനർജി. ഫസ്റ്റ് വൺ നോക്കുമ്പോൾ ക്യാൻഡിലാണ്, മെഴുകുതിരിയാണ്. ഒരു മെഴുകുതിരിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ എനർജി, രാസോർജം, കെമിക്കൽ എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ തന്നെ നമ്മുടെ ആൻസർ ആയി ഡസ് നോട്ട് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ലൈറ്റ് എനർജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി ഓപ്ഷൻസിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അവിടെ ആൻസർ കിട്ടുകയാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്നത് പറയുന്നത്. അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് മറ്റ് സെഷൻസ് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. താങ്ക്